സ്വലാത്തുന്നാരിയുടെ വാർഷിക പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദുനിയാവിലും ആഖിറത്തിലുമുള്ള ആവശ്യങ്ങൾ പൂർത്തിയാവാൻ ഏറ്റവും നല്ല വഴിയാണ് സ്വലാത്ത്. ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ തന്നെ തീ പോലെ, അഗ്നി പോലെ വളരെ വേഗത്തിൽ ഫലം, റിസൾട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ സ്വലാത്തിന് സ്വലാത്തുന്നാരിയ എന്ന് വിളിച്ചേക്കുന്നത്. ആ സ്വലാത്തിന് വേറെയും 7 പേരുകൾ ഉണ്ട്. ഒട്ടേറെ മഹത്വങ്ങളുള്ള സ്വലാത്താണ് സ്വലാത്തുന്നാരിയ എന്ന് ചുരുക്കം. കാരണം ആ സ്വലാത്തിൻ്റെ അകത്തളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങൾ മാറാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആഗ്രഹങ്ങൾ പൂർത്തിയാവാനും സർവോപരി ശോഭനമായ അന്ത്യം ലഭിക്കാനും അഥവാ ആഖിബത്ത് നന്നാവാനുമെല്ലാം ആ സ്വലാത്തിൽ അള്ളാഹുവിനോട് തേടുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം പ്രത്യേകതകൾ, മഹത്വങ്ങൾ, അവിടുത്തെ വിശേഷണങ്ങൾ അടങ്ങിയ ഒരു സ്വലാത്ത് കൂടിയാണ് സ്വലാത്തുന്നാരിയ. പ്രശ്നപരിഹാരത്തിന് മഹാന്മാർ 4444 എന്ന എണ്ണം നേരത്തെ തന്നെ അവരുടെ ശിഷ്യന്മാരോട്, മോമിനീങ്ങളോട് വസിയത്ത് ചെയ്യാറുണ്ട്. ഖസീനത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥം അത് നമ്മോട് പറയുന്നുണ്ട്. ആ സ്വലാത്തിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ കുറിച്ചുമെല്ലാം നാളെ പ്രഭാഷണം നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കയറി സംസാരിക്കുന്നില്ല. എനിക്ക് സംഘാടകർ നൽകിയിരിക്കുന്ന വിഷയം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മക്കളെ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്. പുതിയ കാലത്തെ ഭീകരമായ വർത്തമാനങ്ങളിൽ നിന്നും വൃത്തികെട്ട ആചാരങ്ങളിൽ നിന്നും കേൾക്കാൻ അറുപ്പുള്ള ന്യൂസുകളിൽ നിന്നുമെല്ലാം നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അതിന് പുതിയ ഭാഷയിൽ ഇഫക്റ്റീവ് പാരൻറ്റിങ് എന്നാണ് പറയുക. നമ്മൾ നടത്തുന്ന പാരൻറ്റിങ്, തർബിയത്ത്, അതിന് റിസൾട്ട് ഉണ്ടാവണം. ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട് ഉസ്താദെ, പിള്ളേർ പറഞ്ഞതനുസരിക്കേണ്ടത് അത് എൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ എന്ന് പറയുന്നതിലപ്പുറത്ത് നമ്മൾ പിള്ളേർക്ക് പറ്റുന്ന രൂപത്തിലും ഭാവത്തിലുമാണോ പറയുന്നത് എന്നുകൂടി പഠിക്കണം. കുട്ടികൾ നന്നാവാത്ത കാലം, നന്നാവുന്ന കാലം, അങ്ങനെ 2 കാലം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഈ കാലത്ത് പിള്ളേർ നന്നാവില്ല എന്ന് വിചാരിക്കുന്നത് തോൽവി സമ്മതിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അങ്ങനെ നന്നാവാത്ത കാലം ഒരു കാലത്തും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നന്നാക്കാൻ രക്ഷിതാക്കളോട്, ഉസ്താദുമാരോട്, മാതാപിതാക്കളോട് അള്ളാഹു കൽപ്പിക്കൂലല്ലോ. ഇംപോസിബിളായ കാര്യം, അസാധ്യമായ ഒരു കാര്യം, അസാധ്യമായ അല്ലെങ്കിൽ മുഹാലായ ഒരു കാര്യം അള്ളാഹു കീർത്തിക്കൂല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. കഴിയാത്ത കാര്യം അള്ളാഹു കൽപ്പിക്കൂല. അപ്പൊ റിസൾട്ട് ഉണ്ടാകും, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും. നമ്മൾ നമ്മളെ മക്കളെ വളർത്തിയ രൂപത്തിലല്ല നമ്മളെ മക്കൾ വളരുന്നതെങ്കിൽ അവിടെയും എന്ത് ചെയ്യണം എന്ന് ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു വിശാലമായ ലോകമാണ്. അള്ളാഹു നമ്മളെ മക്കളെ തന്നത്, നമുക്ക് മക്കളെ എന്തിനാണ് തന്നത്? ആ മക്കളെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
പുതിയ കാലത്തെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം, ഇതിൻ്റെ പരിഹാരം എന്ത്, ഈ 4 ആംഗിളിൽ നിന്ന് ഈ വിഷയം നമ്മൾ ഓരോരുത്തരും പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. കബൂലാക്കേണ്ടത് അള്ളാഹു ആണ്. കണ്ടന്റ് കുറേ സൂപ്പറായിട്ട് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അള്ളാഹു നമ്മളെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ നമുക്ക് അള്ളാഹു തന്നതിൻ്റെ പ്രധാന ലക്ഷ്യം നമുക്ക് സ്വർഗം കിട്ടൽ കൂടിയാണ്. നമുക്ക് അള്ളാഹു മക്കളെ തന്നതിൻ്റെ പ്രധാന താല്പര്യങ്ങളിൽ ഒന്ന് നാം ആകുന്ന രക്ഷിതാക്കൾ അവർ വഴി സ്വർഗം വാങ്ങുക എന്നുള്ളതാണ്. സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കുണ്ടാവേണ്ട ഒരു പേടിയാണ്, എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്നുള്ള പേടി എപ്പോഴും ഒരു ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവണം. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വസിയത്താണ്. എപ്പോഴും ആ പേടി നമുക്കുണ്ടാവണം. ആ പേടി ഉണ്ടാവണം എന്ന് പറയാനുള്ള കാരണം എന്താ? മക്കൾ ഒന്നിക്കിൽ നമുക്ക് സ്വർഗം വാങ്ങിത്തരും, അല്ലെങ്കിൽ നരകത്തിലെത്താൻ അവർ കാരണമാവും. അതിന് ധാരാളം തെളിവുകളുണ്ട്. വളരെ വേഗത്തിൽ മനസ്സിലാവുന്ന ഒരാശയം പറഞ്ഞ് ഞാൻ ആമുഖം വേഗത്തിൽ നിർത്തി വിഷയത്തിൻ്റെ കാമ്പിലേക്ക് കയറാം. ഒരു കുട്ടി, നമ്മുടെ ഒരു കുട്ടി പ്രസവിക്കപ്പെട്ട ഉടനെ ആ കുട്ടി മരിച്ചുപോയി. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഈ കുട്ടീനെ അള്ളാഹു തന്നത് റബ്ബേ? ആദ്യേ കുട്ടി ഇല്ലെങ്കിൽ ആ ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ 1-ാം വയസ്സിൽ 1-ാം ക്ലാസ് എന്നൊക്കെ ഒരു കുട്ടി മരിച്ചാൽ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും. ആ കിന്നാര വർത്തമാനങ്ങളൊക്കെ പറയുന്ന 3-ാം വയസ്സിലൊക്കെ മരിച്ചു പോയാൽ അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് ഈ കുട്ടീനെ അള്ളാഹു എനിക്ക് തന്നത്? ആ തന്നത് എന്തിനാണെന്നുള്ളത് ആ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ അതിലുണ്ട് അതിൻ്റെ ഉത്തരം. അല്ലാഹുമ്മ ഫറത്വല്ലി അബവൈഹി, ഈ കുട്ടി അല്ലാഹുമ്മ ഫറത്വല്ലി അബവൈഹി, അല്ലാഹുവേ ഈ കുട്ടിയെ, ഈ മരിച്ചുപോയ കുട്ടിയെ ഇവന്റെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന ഒരു വിരുന്നു സ്വത്താക്കണേ. അതാണ് ആ കുട്ടീനെ തന്നതിന്റെ ലക്ഷ്യം. ആ കുട്ടി ഇല്ലെങ്കിൽ അത് നടക്കും. അപ്പൊ ഈ 1-ാം ക്ലാസ്സിൽ മരിച്ചുപോയ ഷഫീഖ് എന്ന കുട്ടി അല്ലെങ്കിൽ അബ്ദുള്ള എന്ന മോന് ഈ ഉപ്പി ഉമ്മി മഹ്ശറിൽ വരുമ്പോ വാം വെൽക്കം എന്ന ബാനറും പിടിച്ചുകൊണ്ട് വാ വരി, സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന മോനാക്കണേ എന്ന്. അതാണ് ആ കുട്ടീനെ തന്നതിന്റെ ലക്ഷ്യം. കുട്ടികൾ വാശി പിടിക്കും ആഖിറത്തില്. അപ്പൊ അള്ളാഹു പറയും, എന്താ മോന് വാശി പിടിക്കണത്? മലക്കൾ വഴിയാണ് അള്ളാഹു ചോദിക്കുക, എന്താ പ്രശ്നം? ആ കുട്ടി പറയുന്നത്, എനിക്ക് സ്വർഗം വേണ്ട, എൻ്റെ വാപ്പച്ചിനെയും ഉമ്മച്ചിനെയും സ്വർഗത്തിലേക്ക് എത്തിക്കാതെ എനിക്ക് സ്വർഗം വേണ്ട. എടാ മോനെ, നീ അങ്ങനെ വാശി പിടിക്കലടോ. ഒരു വിധമൊക്കെ പറ്റുവാണെങ്കിൽ എൻ്റെ ഉപ്പാനും ഉമ്മാനും ഞാൻ സ്വർഗത്തിൽ എത്തിക്കുമായിരുന്നു. പക്ഷെ പിള്ളേർ വിടൂല. പിള്ളേർക്ക് പൊതുവെ ഒരു വാശി കൂടുതലുണ്ടാവും. ചെറിയ സമയത്താണെങ്കിലും ചെറിയ വാശി ഉണ്ടാവും അവർക്ക്. അപ്പൊ അവരങ്ങനെ നിർബന്ധം പറയുമ്പോൾ മലക്കുകൾ വഴി അള്ളാഹു പറയും, ആ ഉപ്പാനുമാനും സ്വർഗത്തിൽ എത്തിച്ചോളി. ഈ ഹദീസ് കേട്ട മുതൽ ചില മഹാന്മാര് വിചാരിക്കും, അത്ര എൻ്റെ മക്കൾ വലുതായിട്ട് നന്നാവുന്നില്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ വെച്ചോട്ടെ, കാരണം എന്തായാലും സ്വർഗത്തിലേക്ക് എത്തിക്കുമല്ലോ. അബൂദർദാ റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോൾ അവരുടെ ഭാര്യ ഉമ്മുദ്ദർദാ ബീവി റളിയല്ലാഹു അൻഹ കരയുണ്ട്. അപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ചോദിക്കുന്നുണ്ട്, എത്തിനാ കരയണത്? നമ്മളെ 3 മക്കളും മരിച്ചിട്ടില്ലേ, ഓരവിടെ കാത്തിക്കുണ്ടാവൂലേ, പിന്നെ എന്തിനാ പേടിക്കണത്? ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്ത് റഹിമഹുള്ളാഹ് ഒരു കിതാബുണ്ട്, മുല്ലാലിൽ ഖാരി തങ്ങൾക്ക് കിതാബുണ്ട്. ഒരുപാട് അയിമ്മത്ത് ഈ വിഷയത്തിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. കുട്ടികൾ മരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയാൻ. സ്വർഗത്തിലുള്ള കുട്ടികൾ, അവരെ വിശേഷിപ്പിക്കുന്ന കുറേ ആയത്തുണ്ട് സ്വർഗത്തെ വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ. അതൊന്നും ഈ കുട്ടികളെ കുറിച്ചല്ല. അതാരെ കുറിച്ചാ? അതാരെ കുറിച്ചാ പറയണത്? മൂമിനീങ്ങളായ രക്ഷിതാക്കളുടെ കുട്ടികൾ, അവരെ കുറിച്ചല്ല ഈ സ്വർഗത്തിലെ സുഖം പറയുന്നിടത്ത്
യതൂഫൂന അലൈഹിം, അവർക്കിങ്ങനെ ഖിദ്മത്തുമായിട്ട് വിൽദാൻ ഉണ്ടാകും, കുട്ടികൾ ഉണ്ടാവും എന്ന് പറയണത് അത് ഈ കുട്ടികളെ കുറിച്ചല്ല. ഈ കുട്ടികളെ വേറെ ആൾക്ക് ഖിദ്മത്ത് എടുക്കാനൊന്നും കിട്ടൂല. ഈ കുട്ടികൾ ഉപ്പാക്കും ഉമ്മാക്കും സ്നേഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ അവരിടപെടും. ഹൂറുൽ ഐനെ സ്വർഗത്തിലേക്ക് സ്വതന്ത്രമായി സൃഷ്ടിച്ചതുപോലെ സ്വർഗത്തിലേക്ക് സ്വതന്ത്രമായി കുട്ടികളെ ഖിദ്മത്തിന് സെർവൻ്റായിട്ട് സൃഷ്ടിച്ചതാണ് എന്നാണ് ചിലരുടെ അഭിപ്രായം. എന്നാൽ മറ്റു ചില മഹാന്മാർ പറയുന്നത് വിൽദാനുൻ എന്ന് പറയുമ്പോൾ പ്രസവിക്കലിനെ സൂചിപ്പിക്കുന്ന പദമാണല്ലോ. അപ്പം പിന്നെ റെഡിമെയ്ഡ് കുട്ടികൾക്ക് വിൽദാൻ എന്ന് പറയൂല. സോ ഔലാദുൽ കുഫാരി ഖുദ്ദാമു അഹ്ലിൽ ജന്ന എന്ന ഹദീസിനെ അവർ വിശദീകരിക്കുന്നു. എന്തായാലും ആവട്ടെ, നമ്മുടെ ടോപ്പിക് അതല്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, പണ്ടെപ്പോഴോ മരിച്ചുപോയ കുട്ടികൾ നമ്മൾ മഹ്ശറിലെത്തുമ്പോൾ നമ്മളെങ്ങനെ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല നബിയെ? അതിന് തങ്ങളുടെ രസകരമായ മറുപടി ഉണ്ട്. ചോദിച്ച സ്വഹാബിയോട് ചോദിച്ചു, മോനിപ്പം പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഉപ്പയായ നിങ്ങളെ മനസ്സിലാവുമെന്ന് ചോദിച്ചു. ആ മനസ്സിലാവുമല്ലോ, ളുഹറിന് മുമ്പ് കണ്ട കുട്ടിക്ക് ളുഹറിന് ശേഷം കണ്ട ഉപ്പാനെ മനസ്സിലാവുമല്ലോ അല്ലേ? എന്നാൽ ഇതിനേക്കാൾ നല്ല മെമ്മറിയിൽ അക്കുട്ടികൾക്ക് മനസ്സിലാവുമെന്ന്. 2 വയസ്സിന് മുന്നേ മരിച്ചുപോയ കുട്ടികളാണെങ്കിൽ അവരെ തൂബ എന്ന മരത്തിന്റെ ചുവട്ടിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ താലോലിക്കും. സാറാ ബീവിയുടെ നേതൃത്വത്തിൽ അവർക്ക് പാല് കൊടുക്കും. ആവട്ടെ, അപ്പൊ ചെറിയ കുട്ടികൾ മരിച്ചുപോയാലും അതിൻ്റെയും ലക്ഷ്യം ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടല. അല്ലാഹുമ്മ ജഅൽഹു ഫറത്വൻ ലി അബവൈഹി. ഇനി നമ്മളുടെ കുട്ടികൾ ചെറുപ്പത്തിലൊന്നും മരിച്ചിട്ടില്ല, നമ്മളൊക്കെ ജീവിച്ച് ദീർഘായുസ് നമുക്കൊക്കെ കിട്ടി, നമ്മളും മരിച്ച് ദീർഘകാലം അവര് ജീവിച്ചു മക്കൾ. ആ കുട്ടികളെ നമുക്ക് എന്തിനാ അള്ളാഹു തന്നത്? ചെറുപ്പത്തിൽ മരിച്ചില്ലെങ്കിൽ സ്വർഗം എന്ന് വിചാരിക്കാം. അതെന്തിനാ തന്നത്? അതല്ലേ വേറെ ഹദീസ് സ്വഹീഹ് മുസ്ലിം, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ് സ്വദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഉപ്പയുടെയും ഉമ്മയുടെയും ഖബർ എന്ന മണ്ണറ മണിയറയാക്കി തരുന്ന മക്കളെ കിട്ടിയാൽ അയാൾ മഹാഭാഗ്യവാനാണ്. കേട്ടോ, അപ്പൊ അവിടെയും മക്കളെ പരാമർശിക്കുന്ന നമുക്ക് സ്വർഗം കിട്ടാൻ, നമ്മളെ ഖബർ രക്ഷപ്പെടാൻ. ഈ മക്കൾ നന്നായി കിട്ടിയാലുള്ള മെച്ചം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞതാണ് മെച്ചം. ധൈര്യമായിട്ട് ഒരു പേടിയില്ലാണ്ട് ഖബറിൽ പോയിട്ട് കിടക്കുക. അതാണ് മക്കൾ നന്നായി കിട്ടിയാലുള്ള ഏറ്റവും വലിയ മെച്ചം. അള്ളാഹു നമുക്ക് തന്ന മക്കൾ, തരുന്ന മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കി തെരുമാറാവട്ടെ. അതിനെന്താ വേണ്ടത്? നമ്മൾ ഹനഫി മദ്ഹബിലെ പിൽക്കാലത്ത് വന്ന വളരെ പ്രശസ്തനായ പണ്ഡിതനാണ് ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ അടുക്കൽ പലർക്കും ഇല്ലാത്ത കിതാബുകളുടെ ശേഖരമുണ്ട്, ഭയങ്കര കലക്ഷനാണ്. അവരുടെ വീട്ടിൽ ഏകദേശം കിതാബ് ഉണ്ടാവും. അവരോട് പലരും ചോദിക്കും, സുഹൃത്തുക്കൾ അഥവാ സുമല ക്ലാസ്മേറ്റ്സ് ഒക്കെ ചോദിക്കും, നിങ്ങൾക്ക് ഇടുന്ന ഇത്രയും കിതാബ്? അതിന് അവരുടെ മറുപടി, അതെൻ്റെ വാപ്പ വാങ്ങിത്തരുന്നത്. വാപ്പ ഞാൻ വലിയൊരു ആലിമായി കിട്ടാൻ ഭയങ്കരമായിട്ട് താല്പര്യവും ആഗ്രഹമുള്ള ആളാണ്. വാപ്പ നന്നായി പണം ഈ വിഷയത്തിന് ചെലവഴിക്കും, വാപ്പ വാങ്ങിത്തരുന്നതാണ്. ഇബ്നു അബിദീൻ റളിയല്ലാഹുവിന്റെ വാപ്പ കുറച്ചു കാലം കഴിഞ്ഞ് വഫാത്തായി. പിന്നെ എല്ലാ ദിവസവും ഇശാ നിസ്കാരത്തിന് ശേഷം ഈ മഹാനവറുകൾ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് മണിക്കൂറുകളോളം ഖുർആൻ ഓതിയിട്ട് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യും. ഈ ഖുർആൻ ഹദിയ ചെയ്ത് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യും. മരണപ്പെട്ട് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ വാപ്പ സ്വപ്നത്തിൽ വന്നു. ആരുടെ? ഈ പണ്ഡിതനായ മോന്റെ സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് പറയാ, മോന് കൊടുത്തേക്കുന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, ജസാക്കല്ലാഹു ഖൈർ, മോൻക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ, കൊടുത്തേക്കൽ നിർത്തണ്ട, തുടരണം. ഇങ്ങനെ നമുക്ക് കൊടുത്തേക്കുന്ന പിള്ളേരെ കിട്ടും. ഇപ്പം നമുക്ക് ഉണ്ട് സംഭവം. സൗദിയിലെ അൽക്കോബാർന്ന്, ദമാമെന്ന്, റിയാദെന്ന്, അല്ലെങ്കിൽ ഒമാനിലെ സലാലയിൽ മസ്കറ്റിൽ നിന്ന്, വാദി കബീറിൽ നിന്ന് കൊടുത്തേക്കുന്നുണ്ട്. എന്ത്? അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, പിന്നെ കൗണ്ടർ, പുതിയ മോഡൽ,
ഐഫോൺ, ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ, നമുക്ക് ഇതുണ്ടായിക്കോട്ടെ, നല്ല തന്നെ, പക്ഷേ ഇത് പോരാ, ഇതിലൊതുങ്ങരുത് നമുക്ക്. പിന്നെ നമ്മുടെ ഖബർ എന്ന മണ്ണറ മണിയറയാക്കി തരാൻ പറ്റിയ, സുഖമുള്ള ഒരു ലോകമാക്കാൻ പറ്റിയ കുട്ടികൾ നമുക്കുണ്ടാവും. അതിന് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, ഏത് കാലത്തും കുട്ടികൾ നന്നാവുക ചെയ്യും. നമ്മുടെ പാരന്റിങ്ങിന്റെ സ്റ്റൈല് കറക്റ്റ് നമ്മൾ രൂപപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾ നന്നാവും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ മക്കൾ നന്നാവാൻ അതിന് 2 ആംഗിളിലൂടെ നമ്മൾ വിഷയം പഠിക്കണം എന്നാണ് തോന്നുന്നത്. കാരണം ഒന്ന്, പലരും അവർക്ക് തോന്നുന്ന രീതിയിൽ കുട്ടികളെ വളർത്തലാണ്. എൻ്റെ ഉപ്പ അങ്ങനെയാ വളർത്തിയത്, അതുകൊണ്ട് നീയും അങ്ങനെ ആയിക്കൊള്ളണം എന്നാണ് പലർക്കും ഉള്ളൊരു കോൺസെപ്റ്റ്. എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ അങ്ങനെയാ വളർത്തിയത്, അതുകൊണ്ട് നീ അങ്ങനെ ആവണം എന്നാണ് പലരും വിചാരിക്കുന്നത്. ഇനിയിപ്പോ കുറച്ച് സൈക്കോളജി ഒക്കെ കൂടുതൽ പഠിച്ച ആളാണെങ്കിൽ ഭാര്യ കുടുങ്ങും, ഉറപ്പ് കുടുങ്ങും. ഭാര്യ എന്ത് പറയുമ്പോൾ ഭർത്താവിന്റെ കമന്റ് ഉണ്ടാവും, അങ്ങനല്ല കുട്ടികളെ വളർത്തേണ്ടത്, അങ്ങനല്ല, അയാളെ കൊണ്ട് കുടുങ്ങും. അങ്ങനെയുണ്ട് ചില ആൾക്കാര്. തജ്വീദെല്ലാം ഓവർ പഠിച്ച ആ നാട്ടാറ മുഴുവൻ ഫാത്തിയും തെറ്റായിരിക്കും. അതേപോലത്തെ ഒരു തോന്നൽ. എന്താണ് ഈ ഓവർ സൈക്കോളജി പഠിച്ചിട്ട്? ഓവർ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു വ്യാജ സൈക്കോളജിസ്റ്റ് ആയിരിക്കും, മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാവില്ല. ആരെ കുറിച്ചും മൂപ്പർക്ക് അഭിപ്രായമായിരിക്കും, ഭയങ്കര അഭിപ്രായമായിരിക്കും. ഇന്നത്തെ വയലെങ്ങനെ? വയലെല്ലാം നല്ല തന്നെയാണ്, പക്ഷെ എന്തെങ്കിലും ഒന്നും മൂപ്പർക്ക് പറയാനുണ്ടാവും. എന്തിനെ കുറിച്ച് മൂപ്പർക്ക് അഭിപ്രായം ഉണ്ടാവും. ലോകത്ത് ശരിയുള്ള ഒരാൾ മാത്രമേ ഉണ്ടാവും. ആര്? മഹാനായ ഓറന്നെ, വേറെ ആരും ഉണ്ടാവില്ല. അതാണ് എൻ്റെ പ്രശ്നം. അപ്പൊ അയാൾക്ക് അയാളുടെ ഭാര്യ വളർത്തുന്ന രീതിയും തെറ്റായിരിക്കും. അങ്ങനല്ല, നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിലല്ല കുട്ടികളെ വളർത്തേണ്ടത്. അല്ല, പിന്നെ നമുക്ക് ഇസ്ലാം വരച്ച് തന്ന ഒരു പാരന്റിങ്ങിന്റെ രീതി ഉണ്ടാവും. ആ രീതി നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യാം. ഈശാംസ്കാരം കഴിഞ്ഞിട്ട് വയല് തുടങ്ങിയാൽ മതിയായിരുന്നു അല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു വിടാൻ പോരാ. പിന്നെ മറിച്ച് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യയിൽ, ഖൂത്തുൽ അഹ്യാ മിൻ കിതാബിൽ ഇഹ്യാ എന്ന കിതാബിൽ ഒക്കെ പറഞ്ഞ പോലെ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു റൂട്ട് ഉണ്ടാവും. ആ റൂട്ടിൽ തന്നെ നമ്മളെ കുട്ടികളെ വളർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീഖ് കിട്ടും. ഇത്രയും ആളുണ്ടല്ലോ, നമുക്കെന്നാ ആരംഭിക്കാം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല പേടി ഉണ്ടാവണം, അതേ സമയത്ത് പ്രതീക്ഷ ഉണ്ടാവും. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പുതിയ കാലത്ത് ഇതാ തസാഹല തസാക്കത്ത എന്ന് പറഞ്ഞ പോലെ പ്രശ്നം ലളിതവൽക്കരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കണം. പുതിയ കാലത്തിന് കുറേ പ്രത്യേകത ഉണ്ട്. ഉദാഹരണം 2-3 പറയാം. ഒന്ന്, പണ്ടിപ്പോ ഇവിടെ ഒരു തെറ്റ് നടന്നാൽ എൻ്റെ ജില്ലയിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് അത് അറിയൊന്നും ചെയ്യില്ല. പത്തനംതിട്ടയിൽ നടന്നത് കാസർഗോഡ് അറിയുമായിരുന്നില്ല. ഇല്ല. ഇന്നങ്ങനെയല്ല. ഇന്നൊരു അബദ്ധം നടന്നാൽ ലോകം മുഴുവൻ അത് അറിയും. അപ്പൊ നമ്മൾ വിചാരിക്കും എല്ലായിടത്തും ഇത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഏതോ ഒരു നാട്ടിൽ നിന്ന് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി. അപ്പൊ എല്ലാ സ്ഥലത്ത് വയലിന് മുമ്പ് സംഘാടകർ പറയല്, ഒളിച്ചോട്ടത്തിനെ കുറിച്ച് നല്ലോണം പറയണം. ലക്ഷക്കണക്കിന് പെൺപിള്ളേർ പുറക്കന്നില്ലേ ഒളിച്ചോടാണ്ട്? ഇല്ലേ? അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഏതോ ഒരു പെൺകുട്ടി ലവറുടെ കൂടെ എന്തോ വേണ്ടാത്തരം ചെയ്തു. നമ്മളെ നാട്ടിൽ തന്നെ ഇല്ലേ ആയിരക്കണക്കിന് പെൺകുട്ടികൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന മക്കളില്ലേ? ഉണ്ട്, കണ്ടോ? അപ്പൊ നമ്മൾ ഈ പ്രശ്നത്തെ
വലുതാക്കി കൊണ്ടുവരികയും എല്ലായിടത്തും അത് നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നിടത്തുള്ള ഒരു അബദ്ധം നമുക്കുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ നന്മയിലല്ല രസം കണ്ടെത്തുന്നത്. പിന്നെ ആ നന്മ ചെയ്തത് ആരെങ്കിലൊക്കെ പുകഴ്ത്തുന്നിടത്തോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത നന്മ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നിടത്താണ് രസം കണ്ടെത്തുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, കാഴ്ചയില്ലാത്ത ഒരാളുടെ കൈ പിടിച്ചിട്ട് 40 അടി നടന്നാൽ അയാളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും പൊറുക്കും. അഥവാ വൻദോഷമല്ലാത്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും പൊറുക്കും. വമാതാഹർ, വരാനിരിക്കുന്ന കാലത്ത് നല്ല ജീവിതവും അള്ളാഹു നൽകും. എന്താ അതിന്റെ കാര്യം? 40 അടി കാഴ്ചയില്ലാത്ത ഒരാളുടെ കൈ പിടിച്ച് നടന്നാൽ, പുതിയ ടീമിന്, പുതിയ കുട്ടികൾക്ക് ശരിക്കു പറഞ്ഞാൽ ഈ നന്മയിലല്ല രസം അവരുടെ മനസ്സിന് ടേസ്റ്റ്. പിന്നെ ഇവൻ ഇത് പിടിച്ച് നടന്നത് ആരോ വീഡിയോ എടുത്ത് ആ വീഡിയോക്ക് താഴെ ധാരാളം കമന്റ് കണ്ടപ്പോഴാണ് അവനക്ക് സന്തോഷമായത്. ഇതാണ് പുതിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉപ്പ മരിക്കുന്നിടത്ത് പോലും കുട്ടികൾ വീഡിയോ ഓൺ ആക്കിയിട്ട് ഹലോ ഗൈസ് എൻ്റെ ഉപ്പ മരണത്തിലേക്ക് പോവുകയാണ്. കണ്ടോ? എന്തിലാണ് രസിക്കേണ്ടത് എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. എന്തിലാണ് രസിക്കേണ്ടതെന്ന് പിള്ളേർക്ക് അറിയില്ല. അതെങ്ങനെ പഠിക്കുക? ഇപ്പൊ നമ്മുടെ നാട്ടിൽ മഹലിന്റെ കീഴിൽ ഒരു പാവപ്പെട്ട ആളെ സഹായിക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ആ പാവപ്പെട്ട അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആളെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് സഹായിച്ച് അയാൾക്ക് എന്തോ വീടിന്റെ താക്കോലോ അല്ലെങ്കിൽ ക്യാഷിന്റെ ചെക്കോ അല്ലെങ്കിൽ ചാവിയോ കവറോ എന്തോ കൊടുത്തു. പക്ഷെ ആ ഫോട്ടോ ക്ലിയർ ഇല്ല. അപ്പൊ അയാളോട് അഹമ്മദ് ഖാ ഒന്നും കൂടി പോകാം. ഇത് കണ്ടിട്ടല്ലേ നാട് പഠിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായില്ലേ, അയാളെ രക്ഷപ്പെടുത്തലല്ല അയാൾക്ക് കൊടുക്കുന്ന ഫോട്ടോ ആണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലായില്ലേ? പിന്നെ എങ്ങനെ കുട്ടികൾ ലെവലാവുക? എങ്ങനെ ലെവലാവുക? വളരെ അധ്വാനിച്ച് ദഫിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഷഫീഖ് ഉസ്താദിന് മഹല്ല് കമ്മിറ്റിയുടെ വക എന്നിട്ട് ഒരു അനൗൺസ്മെന്റ് ചെയ്യും. എൻ്റെ കൊടുക്കൽ സ്റ്റേജ് വന്ന് 501 രൂപ. ജന്തിന്റെ സ്റ്റേജിൽ കയറ്റി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആദരവിന്റെ താല്പര്യം എന്താണ്? നമ്മളെ കുട്ടികള് വേറെ എവിടുന്നെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാനില്ല, നമ്മളടുത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത്, സാധാരണ പ്രസംഗത്തിൽ തിരിച്ചു പറയലാണ് സാധാരണ ഉണ്ടാവില്ല. ആദ്യം പറയുന്നത്, ഇപ്പോൾ നമ്മളെ കുട്ടികളെ പാരന്റിങ് ചെയ്യാൻ മുതിർന്ന ഓരോ രക്ഷിതാക്കളും നേരിടുന്ന 5 പ്രശ്നങ്ങളെ ആണ് ആദ്യം പറയുന്നത്. 5 പ്രശ്നം ആദ്യം പറയാം. അതിന്റെ പരിഹാരം ഒന്നുകിൽ ലഫ് നഷർ മുറത്തവായിട്ട്, അഥവാ ആ പ്രശ്നം പറഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ ലാസ്റ്റോ നമുക്ക് അതിന്റെ പരിഹാരത്തിലേക്ക് എത്താം. നിങ്ങളൊന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട്, എന്നിട്ട് മുമ്പിൽ കസേര ഒഴിവുണ്ടെങ്കിൽ ഒന്നിക്കിൽ വാടക എടുത്ത ഷോപ്പിലേക്ക് വേഗം തിരിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങൾ കയറിയിരിക്കുക. വേഗം. മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ. ചില കസേര എടുത്തിട്ട് വാടക ഷോപ്പിലേക്ക് കൊണ്ടുപോകണ്ടോ? ഇല്ല. ഇരിക്കെ. യെസ്, കസേര ബാക്കിൽ മാത്രം ഒഴിവായിട്ടുണ്ടായാൽ മതി എന്നർത്ഥം. ഇൻഷാ അല്ലാഹ്. ഒരു 2 വരി മദ്ഹല്ല. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما
مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشفيع الأبطحي. നമ്മുടെ മക്കൾ നന്നാവണം, നല്ലവരാവണം, അവർ വഴി നമുക്കും രക്ഷപ്പെടാൻ പറ്റണം എന്നാണ് ഓരോ രക്ഷിതാവും വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നത്. നിങ്ങളെ ഇന്നലെ വയലിന് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ, ഉസ്താദെ കുടുംബത്തെ പോറ്റണ്ടേ, മക്കളെ പോറ്റണ്ടേ എന്നാണ് എല്ലാവരും പറയാം. അതിൻ്റെ അർത്ഥം അത്രയും നമുക്ക് മക്കളുടെ വിഷയത്തിൽ താല്പര്യമുണ്ട് എന്നാണ്. മക്കൾ അള്ളാഹു നമുക്ക് തന്ന വലിയ നിഅമത്താണ്. ആ നിഅമത്ത് അള്ളാഹു നമ്മളോട് ചോദിക്കും, അഹഫിള അം ലയ്യ, നീ മക്കളെ വിഷയത്തിൽ വേണ്ടതുപോലെ ജാഗ്രത കാണിച്ചിട്ടുണ്ടോ, അല്ല അലസതയാണോ ഉള്ളത് എന്ന് ചോദിക്കും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ തർബിയത്തുൽ ഔലാദിന് ഒരു അധ്യായം കൊണ്ടുവരുന്നുണ്ട്. അതിൽ മഹാനവറുകൾ പ്രധാനമായിട്ട് പറയണത് കുട്ടികൾ നിഷ്കളങ്കരാണ്. ആ നിഷ്കളങ്കരായ കുട്ടികൾക്ക് എന്താണോ കൊടുക്കണത് അതേ അവരിൽ ഉണ്ടാവുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഗ്ലാസ്സിൽ നമുക്ക് മുന്തിരി ജ്യൂസ് ഒഴിക്കുക, ഇതേ ഗ്ലാസ്സിൽ തന്നെ മൂത്രം ഒഴിക്കാൻ പറ്റും. ഗ്ലാസ് ഉത്തരവാദിയല്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. LKG പഠിക്കുന്ന കുട്ടിയുടെ മുടി ക്രോപ്പ് ആക്കിയത് ആ കുട്ടിയുടെ നിർബന്ധം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ അല്ല എന്ന് ലോകത്ത് ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാവൂലേ? മനസ്സിലാവും, ഉറപ്പല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയണത്, കുട്ടികളെ ഷെയ്പ്പ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ഇടപെടലുകളിൽ, ഒരു ഉദാഹരണത്തിന് നമ്മളെ വീട്ടിലെ പൈപ്പ് ടാപ്പ് തുറന്നു, അതിൽ നിന്ന് ചെളിവെള്ളം വരുന്നുണ്ട്. ചെളിവെള്ളം കുറച്ചും കൂടി സൂക്ഷ്മതയോടെ നോക്കിയപ്പോൾ ഭയങ്കര ദുർഗന്ധം ഉണ്ട് ആ വെള്ളത്തിന്. എന്താ നമ്മൾ ചെയ്യല്? ഈ പൈപ്പിന്റെ ചെവി മുരുടിയിട്ട് ഷെയ്ത്താന എന്നാണോ പറയല്? അല്ല, വാട്ടർ ടാങ്ക് വൃത്തിയാക്കും, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ 2ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ ഓന്റെ ചെവി മുരുടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വാട്ടർ ടാങ്ക് ഉപ്പാന്റെ വായി ഒന്ന് വൃത്തിയാക്കിയാൽ മതി. അത്ര ഈ പറയുന്നതിന്റെ താല്പര്യമുള്ളൂ, വേറെ ഒന്നും താല്പര്യമില്ല. വയത് കഴിഞ്ഞ് വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാനായി. ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നവരാണ് കൂടുതലുള്ളത്, കുട്ടികളെ കുറ്റപ്പെടുത്തുന്നവർ. അതിനു മുന്നേ പാരന്റിങ് നമുക്ക് വീഴ്ച ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പാരന്റിങ് ഓക്കെ ആണോ എന്ന് ആലോചിക്കുന്നവർ വളരെ കുറവാണ്. കാലാനുസൃതമായ മാറ്റം നിർബന്ധമായിട്ടുണ്ടാവണം. ചില ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അവര് പണ്ടേ പഠിച്ചതിന്റെ അപ്പുറമില്ല ഇപ്പുറമില്ല. ഉദാഹരണത്തിന്, പുതിയ കുട്ടികളോടൊന്നും ദേഷ്യം പിടിക്കരുത്, കുറച്ച് ശ്രദ്ധിക്കണം. ഇല്ല, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അതിൻ്റെ അപ്പുറമില്ല ഇപ്പുറമില്ല. അതൊന്നും പുതിയ കാലത്ത് നടക്കൂലമാണ്. പുതിയ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് വിറ്റിട്ട് ഇൻസ്റ്റഗ്രാം ഏറ്റെടുത്ത പിള്ളേരാണ്. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുന്നിൽ നമ്മൾ ഉരുകി തീർന്നു. ഒരു കൊതുകിനടിച്ചിട്ട് ഒരു ചോട്ട മോനെ എൻ്റെ അടുത്ത് ചോദിച്ചിന്, ഈ കൊതുകിന്റെ റൂഹ് അസ്രായിലാണോ പിടിച്ചത്? എന്തിപ്പോ അവനോട് പറയാം, ഫത്താവുൽ ഹദീസിൽ ഉത്തരമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, കുട്ടികൾ വെരി അപ്ഡേറ്റഡ് ആണ്. പണ്ട് നമ്മളെ മക്കൾക്ക് നമ്മളെ നല്ലോണം വില ഉണ്ടായതിന്റെ കാരണം അവരെക്കാൾ വിവരം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് അവരാണ് നമ്മളോട് പറയണത്, 4ാം ക്ലാസ്സിലെ ചോട്ട, ഗ്രാൻഡ് പാ അഥവാ ഉപ്പാപ്പ, സിംബാബ്വേയിലെ ഹരാരയിൽ, ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടണിൽ, ജോഹന്നസ്ബർഗ് ഫ്രം ദക്ഷിണാഫ്രിക്കയിൽ ഫ്ലഡ് ഉണ്ടായിട്ട് കുറച്ച് മരണങ്ങൾ ഉണ്ടായതിന് ലോസ് ആഞ്ചലസിൽ തീപിടുത്തുണ്ട്. നമുക്ക് എന്തൊക്കെ തിരിഞ്ഞാ പറഞ്ഞു അവർ വെരി അപ്ഡേറ്റഡ് ആണ്. ആ അംഗീകാരമെങ്കിലും നമ്മൾ നൽകണം. അതിന് നമ്മളും കുറച്ചൊക്കെ കഴിയുന്ന പോലെ അപ്ഡേറ്റ് ആവണം. അതെന്താ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇനിയുള്ള സംസാരത്തിന്റെ ഓരോ ഏരിയകളിൽ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. പ്രധാനമായും
നമ്മളെ കുട്ടികളെ ശരിപ്പെടുത്താൻ വേണ്ടി അടിസ്ഥാനപരമായി ആദ്യം ശ്രദ്ധിക്കേണ്ട 3 കാര്യമുണ്ട്. ഒന്നാമത്തത്, നമ്മൾ നന്നായി കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് ഇനിയുള്ള ഏത് പ്രശ്നം പറഞ്ഞാലും ഇല്ലെങ്കിലും ഉള്ള കാര്യമാണ്. ഇത് അടിസ്ഥാനമാണ്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു തന്റെ അനുഭവം പറയുന്നുണ്ട് അബ്ദുറഹ്മാൻ എന്ന മോനെ കുറിച്ച്. ഞാൻ അവനെ കൂടുതൽ പഠിക്കാനും കിതാബ് ഓതാനൊക്കെ വിട്ടെങ്കിലും അതിലൊന്നും അവന് ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതിരുന്നപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു പരിഹാരം ചെയ്തത് എന്താണെന്നറിയോ? പാതിരാത്രി അള്ളാഹുവിനോട് എണീറ്റ് ദുആയിരുന്നു. എൻ്റെ റബ്ബ് ഏറ്റെടുത്തു, എൻ്റെ മോന് കിതാബിന്റെ ലോകത്ത് ഉഷാറായി. ഇതാണ് അടിസ്ഥാനപരമായി നമ്മളിൽ ഉണ്ടാവേണ്ടത്. 5 വക്ത് നിസ്കാര ശേഷവും എല്ലാ ദുആയിന് ഇജാബത്ത് കിട്ടുന്ന സ്ഥലം സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മഹാന്മാരുടെ മക്ബറിന്റെ അടുത്ത് ഒരു സ്ഥലമാണ് മക്കത്ത്, മദീനത്ത്. അത് വിശേഷിച്ച ഒരു സ്ഥലമാണ്, വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്. അതേപോലെ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല്, സുബഹിന്റെ മുമ്പ്, സുബഹിന്റെ ശേഷം, ഇങ്ങനെ ആരെക്കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അവരെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കുമ്പോൾ മക്കളെ കാര്യം ദ്വാരപ്പിക്കണം. അതാണ് അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ടതാണ്. അത് വാപ്പ ഉസ്താദാവട്ടെ, വാപ്പ ഉസ്താദ് അല്ലാതാവട്ടെ. നാടൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറവാക്കി എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നാടൻ കോയിക്കല്ലേ പൈസ അധികം. അത് എന്താ പറയാ, അതിൽ ഈ താറഫ് ഒരു തിരിച്ചറിവിന് ഒരു വേർതിരിവ് നടത്തി എന്ന് മാത്രം പറഞ്ഞു വന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ നന്നായി കുട്ടികൾക്ക് വേണ്ടി ദ്വാരക്കണം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ വഅള് പറയുന്ന മജ്ലിസിൽ പങ്കെടുത്താല് എപ്പോഴും ദ്വാരക്കും. ഇതേപോലെ നല്ലോണം വഅള് പറയുന്ന ഒരു മോനെ തരണേ, നല്ലോണം ദ്വാരക്കും. അത്ര നന്നായി ദ്വാരക്കും. അതേസമയത്ത് ഫിഖ്ഹിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ, എന്ന് പറഞ്ഞാൽ മസ്അലൊക്കെ പറയുന്ന മജ്ലിസിൽ പങ്കെടുത്താൽ ഗസാലി ഇമാമിന്റെ വാപ്പാന്റെ ദുആന്റെ സ്റ്റൈല് മാറും. നേരത്തെ വഅള് പറയുന്ന മോനെ തരണേന്നാ പറഞ്ഞത്. ഇപ്പൊ എന്താ ദ്വാരക്കൽ എന്നറിയോ? ഇതേപോലെ മസ്അലകൾ ഇങ്ങനെ മണിമണിയായി എന്ത് മസ്അല വെച്ചാലും കറക്റ്റ് പറയുന്ന ഒരു മോനെ തരണേന്ന് ദ്വാരക്കും. ഗസാലി ഇമാമിന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ നെയ്ത്ത് ജോലിയാണ്, സ്റ്റിച്ചിങ് ആണ്. ചെറിയ വേതനത്തിൽ ജീവിതം തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിതമാണ്. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സാലറി അല്ലെങ്കിൽ ലാഭം സ്വന്തം ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിനും അതേപോലെ തന്നെ പാവപ്പെട്ട ഉസ്താദുമാർക്കൊക്കെ സ്വതക്ക് കൊടുക്കാനും ഗസാലി ഇമാമിന്റെ വാപ്പ ശ്രദ്ധിക്കും. ഇതായിരുന്നു മഹാന്റെ ഒരു ജീവിതത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ 2 ദുആവും നിരന്തരം നടത്തും. വഅള് പറയുമ്പോൾ കുറെ കരഞ്ഞിട്ട് പറയും, ഇതേപോലെ നാട്ടുകാർക്ക് ഖൽബിൽ ശുദ്ധി ഉണ്ടാക്കുന്ന നല്ല വഅള് പറയുന്ന ഒരു മോനെ എനിക്കും കിട്ടിയെങ്കിൽ തരണേ റബ്ബേ നിങ്ങളുടെ ദ്വാരക്കും. മസ്അല പറയുന്ന ഫിഖ് പറയുന്ന മജ്ലിസിൽ നിന്നാകുമ്പോൾ ആലിമായ ഫഖീഹായ ഒരു മോനെ തരണേന്നും ദ്വാരക്കും. തബഖാത്തു ഷാഫിഇയ്യത്തിൽ കുബറയിൽ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഈ ചരിത്രം പറഞ്ഞിട്ട് പറയാ, ഫസ്തജാബല്ലാഹു ദഅവതൈഹി, ആ 2 ദുആയിനും അല്ലാഹു ഉത്തരം കൊടുത്തു. ഒരു മോനെ, അഹ്മദ് എന്ന മോന് വാഇലുൻ മഷ്ഹൂർ, അറിയപ്പെട്ട വഅള് പറയുന്ന മോനായി. രണ്ടാമത്തത് മുഹമ്മദ് എന്ന പേരുള്ള മോന്, അതാണല്ലോ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു എന്ന പിൽക്കാലത്ത് അറിയപ്പെട്ട മഹാനായത്. വലിയ ഫഖീഹാണ്. വജീസും വസീത്തും ഖുലാസയും ഇതെല്ലാം രചിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത്. അതിൽ നിന്നാണ് റാഫി ഇമാമു മുഹററും, നവവി ഇമാമു മിൻഹാജും, പിന്നെ ഇബ്നു ഹജർ തങ്ങൾ തുഹഫയും, പിന്നെ നമ്മളെ മഖ്ദൂം തങ്ങൾ വത്തുൽ മീനും, പിന്നെ കലമുൽ ഇസ്ലാം കോടമ്പൂർ ഉസ്താദ് ഖുലാസൊക്കെ ഉണ്ടാക്കിയത് ആ കിതാബ് ഉള്ളതുകൊണ്ടല്ലേ. വലിയ ഫഖീഹല്ലേ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി. അത് ആ വാപ്പാന്റെ ദുആ ആണ്. ലോകത്തറിയപ്പെട്ട തജ്വീദിന്റെ പണ്ഡിതനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ജസ്രിയ എന്നൊക്കെ കേട്ടിട്ടില്ല, ജസ്രി ബൈത്ത് എന്നുള്ളത്. ഈ ഇമാമിന്റെ ഉപ്പ ഹജ്ജിന് പോയപ്പോ സംസം വെള്ളം കുടിക്കുമ്പോൾ ദുആയിരുന്നു, എനിക്ക് നല്ല ഖുർആൻ പണ്ഡിതനായ ഒരു മോനെ തരണേ. കൊടുത്തല്ലോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് ചെറിയ പ്രായത്തിൽ കാഴ്ചയില്ല, ചെറിയ പ്രായത്തിൽ. ഉമ്മയാണെങ്കിൽ നല്ല ഇബാദത്തുള്ള പെണ്ണ, ഭയങ്കര സൂഫിയത്ത, ഭയങ്കര സൂക്ഷ്മതയാകും. ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, കുറേ ഇമാമിങ്ങൾ അത് പറയുന്നത്. മഹാനവറുകളുടെ ഉമ്മ
എപ്പോഴും ദ്വാരക്കും എൻ്റെ മോൻ്റെ കാഴ്ച നീ ഒന്ന് കൊടുക്കണേ റബ്ബേ, എൻ്റെ മോനെ ഇങ്ങനെ ദ്വാരക്കും. ഒരിക്കൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ മഹദിയുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ മോനിക്ക് കാഴ്ച തിരിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ആ കരച്ചിൻ്റെ കടുപ്പം കൊണ്ടും ദുആഇന്റെ കടുപ്പം കൊണ്ടുമാണ് കൊടുക്കുന്നത്. പിന്നല്ലേ ലോകം കീഴടക്കിയ പണ്ഡിതനായത്. ബുഖാരി ഇമാം ഒരു തവണ പറയുന്നുണ്ട്, അള്ളാഹു എങ്ങാനും എന്നോട് മഹ്ശറിൽ എന്താ ബുഖാരി ജീവിതത്തിൽ ചെയ്തത് എന്ന് വെച്ചാൽ ഞാൻ അള്ളാഹുവിനോട് പറയും, കൊല്ലങ്ങളോളം യാത്ര ചെയ്തിട്ട് 1004 ഉസ്താദുമാരുണ്ട് ബുഖാരി ഇമാമിന്. 1004 ഉസ്താദുമാർ, ഏകദേശം ലക്ഷക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടാവും മഹാന്റെ ജീവിതം. അതിനെക്കുറിച്ച് മാത്രം പഠനമുണ്ട്, ബുഖാരി ഇമാമിന്റെ യാത്രയെക്കുറിച്ച് മാത്രം. അത്രയും കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ഹദീസ് ഞാൻ ശേഖരിച്ച് 16 കൊല്ലം കൊണ്ടാണ് ഞാൻ സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബ് എഴുതിയത്. അതും ഓരോ ഹദീസ് എഴുതുമ്പോഴും കുളിച്ച് വൃത്തിയായി വുളു എടുത്ത് 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് പെർമിഷൻ ചോദിക്കും, ഈ ഹദീസ് എഴുതണോ വേണ്ടിയോ എന്ന്. ഓരോ ഹദീസ് എഴുതുമ്പോഴും ചോദിക്കും. അപ്പൊ എഴുതണ്ടെന്ന് പറഞ്ഞാൽ ഹദീസ് എത്ര ഉണ്ടാവും, അതിന്റെ റക്അത്തിന്റെ എണ്ണം എത്ര ഉണ്ടാവും നമുക്കറിയാത്ത. ഇത് എഴുതിയ 7000 ചില്ലറ ഹദീസ് വെച്ചിട്ടല്ലേ നമ്മൾ കണക്കൂട്ടല്ലൂ. അപ്പൊ എത്ര സുജൂദായി, എത്ര സുജൂദ് ആലോചിച്ചു. ഈ കിതാബ് അള്ളാഹിന്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ പറയും, ഇതന്നെ ഞാൻ ജീവിതത്തിൽ ചെയ്തത്. എന്താ ധൈര്യം പറയാൻ? അതായി ഉമ്മാന്റെ പവറാണ്. കണ്ടാ, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മളെ മക്കൾക്ക് വേണ്ടിയുള്ള ദുആ ആണ്. അള്ളാഹ് ഏറ്റെടുക്കാണ്ട് ഇനി എന്ത് മലക്കത്തം പറഞ്ഞിട്ടും ഓനെ പള്ളി ദർസിൽ വിട്ടിട്ടുണ്ട്, ദഅവാ കോളേജിൽ റാങ്കാണ്, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം മതബിരുദം എടുത്ത ആൾ തന്നെ നമ്മളെ ഉസ്താദ്മാരെ കുറ്റം പറയുന്നവരില്ലേ? ഉണ്ട്. കള്ളത്തൊരീക്കത്തിന്റെ നേതാക്കളില്ലേ? ഉണ്ട്. യുക്തിവാദികളില്ലേ? ഉണ്ട്. മതം മാറിയവരില്ലേ? ഉണ്ട്. ആര്? മതബിരുദം എടുത്ത ആൾക്കാർ ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ഹിദായത്ത് കൊടുക്കേണ്ടതും സ്വലാഹിയത്ത് നൽകേണ്ടതും അസ്വാനിഉ ഹുവല്ലാഹ്, അള്ളയാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ അള്ളാഹു നല്ല മാതാപിതാക്കളുടെ മക്കളെയും തകിടം മറിക്കും. അതെന്തിന്? ഞാനാണ് കൺട്രോളർ, അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ. അതുണ്ടോ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മോന് കൻആൻ മാത്ത കാഫിറൻ, ഈമാൻ ഇല്ലാണ്ടാ മരിച്ചത്. കണ്ടോ? അതെന്തിനാ അങ്ങനെ സംഭവിക്കണത്? ചിലപ്പോൾ അള്ളാഹു ആക്സ് ആക്കുന്നതിന്റെ താല്പര്യം കൺട്രോളർ ഞാനാണ് കേട്ടോ. ചിലയാൾക്കൊരു തോന്നലുണ്ടാവും, ഇതൊക്കെ എങ്ങനെ ഇത്രയും പിന്നെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടായത്? അതിൻ്റെ ഒരു നേക്കാണ്. അത് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കൂല. അതുകൊണ്ടാണ് അള്ളാഹു നേരെ ഉൾട്ടിടുന്നത്. ആചാര്യ 1500 ആളെ കല്യാണത്തിന് വിളിച്ചിട്ട് എല്ലാവരും ഫുഡ് കഴിച്ച് തീരുമ്പോഴേക്ക് ഫിനിഷായല്ലോ, എങ്ങനെ ഇത് കഴിഞ്ഞത്? അതൊക്കെ ഒരു നേക്കമാണ്. ഇത് ഞാൻ 4ാമത്തെ കിലോയാണ്. കണ്ട, ഒരു കിബറിൽ ചാലിച്ച ഒരു വർത്താനം കേട്ടങ്ങൾ. അതേ സമയത്ത് ഫ്രൂട്ട്സ് ഇങ്ങനെ സീസൺ അല്ലാത്ത കാലത്ത് ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോ മറിയം ബീവിനോട് ചോദിച്ചല്ലോ, ഇതെല്ലാം ഇടുന്നാണ്. ഞാൻ ഭയങ്കര ഇബാദത്ത് എന്നല്ല, അതൊക്കെ അല്ലാഹ് തന്നതാണ്. ഹൈ റേഞ്ചിലെത്തുമ്പോൾ അള്ളാഹിനെ മറക്കുന്ന ആൾക്കാരായിരിക്കും ലോകത്ത് കൂടുതലുണ്ടാവും. അത് തിരിക്കാൻ വേണ്ടി ചിലപ്പോൾ അള്ളാഹു ഹിക്മത്ത് ഉപയോഗിക്കും. എത്ര സ്വാലിഹീങ്ങളുടെ ആളുടെയും മക്കൾ ഫാസിഖീകളാവും. ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ സവാജിറിന്റെ ആമുഖത്തിൽ അത് വിശദീകരിക്കുന്നു. നിങ്ങൾ നേരെ തിരിച്ചും ഉണ്ടാവുമല്ലോ. നിങ്ങൾ നോക്ക്, സാഹചര്യം മുഴുവൻ മോശമായിരുന്നില്ലേ? ആരുടെ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വയസ്സ് 13 പൊട്ടക്കിണറ്റില്. എന്ത് പാരന്റിങ് അവിടുന്ന് കിട്ടേണ്ടത്? 13ാം വയസ്സിൽ പൊട്ടക്കിണറ്റില്. പിന്നെയുള്ള നല്ല കാലത്തെ കൊട്ടാര ജീവിതത്തിൽ സലീഹ നിരന്തരം ശല്യപ്പെടുത്തി, തെറ്റിന് വിളിച്ചോണ്ടിരുന്നു നിരന്തരം. സലീഹക്ക് 3 കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലൊക്കെ യൂസുഫ് നബിയെ വിളിച്ചു വരുത്തിയിട്ട് വൃത്തികേടിന് ക്ഷണിച്ചു. അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി, എനിക്ക് ഈ ജയിലാറ്റാ നല്ലത് എന്ന് അള്ളാഹുവിനോട് ദുആയിരുന്നപ്പോൾ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം അള്ളാഹ് കൊടുത്തു. ജയിലിൽ എന്താ ഉണ്ടായത്? കൊള്ളക്കാരും കള്ളന്മാരും, തനി ഫ്രോഡ് ടീം. യൂസുഫ് നബിയുടെ ഈ നടന്ന വഴികളിൽ ഏതെങ്കിലും ഒരു നല്ല വഴിയുണ്ടോ? ഇല്ല. എന്നിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ യൂസുഫ് നബിക്ക്? യൂസുഫ് നബി പുറത്തു വന്നിട്ട് ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? യൂസുഫ് അലൈഹിസ്സലാം അന്നബി യുസാദിഖ്, കണ്ടോ, അടിപൊളി നബിയല്ലേ. യൂസുഫ് നബിക്ക് മറ്റു പലരിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു
യൗമലില്ല ഇല്ലു അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ ആ 7 ഗുണങ്ങളുള്ള ആളാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ 7 ഗുണമുണ്ട്. ഒന്ന്, ഇമാമുൻ ആദിൽ, മിസ്റിൽ നീതി നടത്തിയ ഭരണാധികാരി. 2, ഷാബുൻ നശഅഫി ഇബാദത്തില്ല, യുവത്വ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച നേതാവ്. 3, റജുലാനി തഹബ്ബ ഫില്ല, യാക്കൂബ് നബിയും യൂസുഫ് നബിയും സ്നേഹിച്ചത് ഫില്ല, അള്ളാഹുവിന്. 4, റജുലുൻ ദഅതു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാ, തെറ്റിലേക്ക് മാടി വിളിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇല്ല, ഞാനില്ല ഈ തെറ്റിലേക്ക്. ഇങ്ങനെ 7 കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇമാം സഖാവി റഹിമഹുല്ലാ അൽ ഖൗലുൻ നാഫി ഫി ബിനാഇൽ മസ്ജിദ് വൽ ജാമിഅ എന്ന കിതാബ്. കണ്ടോ, അല്ല ഏറ്റെടുത്താല് കാംബ്രിഡ്ജ് അല്ല, ഓക്സ്ഫോർഡ് അല്ല, അലിഗഡ് അല്ല, എവിടെ പഠിച്ചാലും കുഴപ്പമില്ല. അല്ല ഏറ്റെടുത്തിട്ടില്ലേ, പള്ളി ദർസല്ല, ദേവാ കോളേജല്ല, ശരിയത്ത് കോളേജല്ല, ഏത് വനിതാ കോളേജിൽ പറഞ്ഞിട്ട് കാര്യവും ഇല്ല. അല്ല ഏറ്റെടുക്കാൻ വാപ്പയും ഉമ്മയും നല്ലോണം ദ്വാരക്കണം. ഉപ്പാന്റെ ഉമ്മാന്റെ ദ്വാ വേഗം സ്വീകരിക്കും. 3 ദ്വാ അള്ളാഹു തള്ളിക്കളയൂല. 1, യാത്രക്കാരൻ്റെത്. 2, ആക്രമിക്കപ്പെട്ടവൻ്റെത്. 3-മത്തത് വാപ്പന്റെ ഉമ്മന്റെ ദ്വാ. അത് വാപ്പയും ഉമ്മയും നല്ല ആളാവട്ടെ മോശ ആളാവട്ടെ, അവർക്ക് അനുകൂലാവട്ടെ പ്രതികൂലാവട്ടെ, ദ്വാ ചെയ്താൽ ആ ദ്വാഇന് സ്വീകാര്യതയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ ആലോചിക്കുക, ഉത്തരമൊന്നും വേണ്ട, നമ്മളോട് ആലോചിക്കുക, 5 വക്ത് നിസ്കാര ശേഷം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കാറുണ്ടോന്ന്. ഉത്തരം വേണ്ട, നമ്മളോട് തന്നെ ചോദിക്കുക. എത്ര ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാലും, ഇഫക്റ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്താലും, എന്ത് ടിപ്സ് എത്ര കിട്ടിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ രാജാവായ റബ്ബ് നന്നാക്കാതെ നമ്മളെ മക്കൾ നന്നാവില്ല. ആ അള്ളാഹുവിനോട് നമ്മൾ പറയാറുണ്ടോ? അള്ളാഹു ഏറ്റെടുത്താൽ വിജയിക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഉറപ്പായിട്ടും വിജയിക്കും. അതിന് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പറയണം. ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ നല്ലോണം ദ്വാരക്കണം. മോശാവാനുള്ള കുറേ സാഹചര്യങ്ങൾ ക്യാമ്പസിൽ വിശേഷിച്ചും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റുവട്ടത്തും നാലുപാടുകളിലും ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നല്ലോണം ദ്വാരക്കണം. ദ്വാരന ഫലമില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഷഹറാനി ഇമാം റഹിമഹുല്ലാ അവിടുത്തെ ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിൽ സൂഫിയാക്കേണ്ട സ്വഭാവം വിശദീകരിക്കുന്ന കിതാബാണ്. അതിൽ പറയുന്നതാണ്, സൂഫിയായി ജീവിക്കുന്ന ഒരു വാപ്പാന്റെ അടുത്ത് കുറച്ച് ചെറുപ്പക്കാരൻ നാട്ടിൽ നിന്ന് വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ എന്താ കാര്യം? പിന്നെ നിങ്ങളുടെ മകൻ ഇടക്കിടക്ക് കള്ളു കുടിക്കാറുണ്ട് എന്ന് പറയുന്നു. ലഹരി വർദ്ധിച്ച കാലാണല്ലോ, പുതിയ കാലം, ഡ്രഗ്സിനെതിരെ സമരം നടന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ. ലഹരി വർദ്ധിച്ചിട്ടുണ്ട്, അഥവാ കള്ളുകൂടിയുണ്ട് നിങ്ങളെ മോനിക്ക്. അപ്പൊ ഈ വാപ്പ് പറഞ്ഞു, എൻ്റെ മോനോ? ഒരു സാധ്യതയില്ലല്ലോ മോനെ, എൻ്റെ മോൻ കള്ളുകുടിക്കാണ്. അങ്ങനെയാണല്ലോ നമ്മളും വിചാരിക്കല്, എൻ്റെ മോളാ ആയിഷ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലെ അവരും ചോദിക്കാം, എൻ്റെ മോന് കുടിക്കൂല. നിങ്ങൾക്ക് നമ്മളെ കുടുംബത്തോട് അസൂയ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇവർക്ക് ആകെ ടെൻഷനായി. കാരണം അവരങ്ങനെ അസൂയോ വേറെ ദുരുദ്ദേശവും വെച്ചിട്ട് പറഞ്ഞല്ല, മറിച്ച് പറഞ്ഞതിനൊറ്റ താല്പര്യമുള്ളൂ, ആ കുട്ടി ഒന്ന് നന്നായി കിട്ടണം, വാപ്പാനെ പോലെ സ്വാലിയാവണം എന്ന്. ഇത്രേ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവർ വളരെ നിരാശയോടെ തിരിച്ചു പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ, അഥവാ ആരെക്കുറിച്ചാണോ പരാതി പറഞ്ഞത്, ആ ചെറുക്കൻ കള്ളു കുടിച്ച് റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട്. വായനൊക്കെ ഇങ്ങനെ പലതും വരുന്നുണ്ട്. ഇയാളെ ഒരു തുണിയിൽ താങ്ങി പിടിച്ച് ചുറ്റിയിട്ട് ഈ വാപ്പാന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വാതിൽ മുട്ടി. എന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്കൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. എന്താണ് സമ്മാനം? എന്താ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്? എന്താ കൊണ്ടുവന്നേക്കുന്നത്? ഇതാ നിങ്ങളുടെ മകൻ കള്ളു കുടിച്ച് ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ കുട്ടിയെ വീട്ടിന്റെ അടുത്ത്, വാതിലിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ ഈ വാപ്പ കണ്ടിട്ട് കരഞ്ഞുപോയി. അല്ലാ, ഇതെന്റെ മോനാണല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു.